إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, മതപഠനം നാം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച് പ്രതിപാദിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവാണ് ഹുദയും ദീനുൽ ഹഖുമായി അവന്റെ പ്രവാചകനെ നിയോഗിച്ചത്. ഈ ആയത്തിനെ വിശദീകരിക്കവേ മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിലെ ഈ പറഞ്ഞിട്ടുള്ള ഹുദയുടെ ഉദ്ദേശം അൽ ഇൽമുൻ നാഫിഅ് അഥവാ ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. ഈ ആയത്തിലെ ദീനുൽ ഹഖ് കൊണ്ടുള്ള ഉദ്ദേശം അമലുസ് സ്വാലിഹ് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഇഖ്ലാസിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും പിൻബലമുള്ള അമലുസ് സ്വാലിഹുമാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ പ്രവാചക ദൗത്യത്തിന്റെ റിസാലത്തിന്റെ ഉദ്ദേശം തന്നെ ഇൽമു പഠിക്കലും ആ പഠിച്ച ഇൽമനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. ഈ ആയത്തിൽ നിന്ന് തന്നെ ഇൽമിന്റെ പ്രത്യേകതയും ഫളലും നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഇൽമിന്റെ ഫളൽ വിശദീകരിക്കുന്ന ആയത്തുകളും ഹദീസുകളും പണ്ഡിത വചനങ്ങളും ധാരാളമാണ്. അതിലേക്ക് കടക്കാൻ ഈ സന്ദർഭത്തിൽ ചുരുങ്ങിയ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ എന്നെ ഹിദായത്ത് നടത്തണേ എന്നുള്ള പ്രാർത്ഥന. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇൽമു പഠിക്കലും ആ പഠിച്ച ഇൽമു കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം. കാരണം അതിനു മുമ്പുള്ള രണ്ടായത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ രക്ഷ ചോദിക്കുന്നത് ഇൽമില്ലാതെ പിഴച്ചുപോയ ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ നിന്നും ഇൽമുണ്ടായിട്ടും അമൽ ചെയ്യാത്ത ജൂതന്റെ മാർഗത്തിൽ നിന്നുമാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇൽമിനെയും അമലിനെയും ജംഅ ചെയ്യുന്ന രീതിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൽമു പഠിക്കുക എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെയും മേൽ വളരെ ബാധ്യതപ്പെട്ട വിഷയമാണ്. ഇൽമിന് എത്രയധികം ഫളലുണ്ടെങ്കിൽ, ശ്രേഷ്ഠതയുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൽമു കരസ്ഥമാക്കുക? എങ്ങനെയാണ് നമുക്ക് ഇൽമുൻ നാഫിഅ് ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് എങ്ങനെ ലഭിക്കും? എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? ഇൽമിനു വേണ്ടി ഏതെങ്കിലും പാഠശാലകളിൽ പോയിരുന്നാൽ ഇൽമു ലഭിക്കുമോ?
അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പോയിരുന്നാൽ ഇൽമു ലഭിക്കുമോ? അറബി കോളേജിൽ പോയാൽ ഇൽമു ലഭിക്കുമോ? അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് മാറി നിന്നാൽ ഇൽമു ലഭിക്കുമോ? ആളുകളുടെ ഇൽമിനെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അറബി കോളേജിൽ പോയാൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിരുന്നാൽ അല്ലെങ്കിൽ ഞാൻ സംഘടനയിൽ നിന്ന് വിട്ടുനിന്നാൽ എനിക്ക് ഇൽമുണ്ടാകും എന്നാണ് പലരുടെയും ധാരണ. ഇൽമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവകാശവാദങ്ങൾ കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല, വർത്താനം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല ഇൽമെന്ന് പറഞ്ഞാൽ. മറിച്ച് ഇൽമിനുള്ള മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ് തഅല്ലമു, ജനങ്ങളെ നിങ്ങൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി കാരണമായി നിശ്ചയിച്ചിട്ടുള്ള ശർഈയായ ഇൽമ് നിങ്ങൾ പഠിക്കണം. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഇൽമ് ലഭിക്കുക എന്ന് പറയുകയാണ്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, നിങ്ങൾക്ക് ഇൽമ് ലഭിക്കുക തഅല്ലുമു കൊണ്ടാണ്, പഠിക്കുന്നതിലൂടെയാണ് എന്നാണ് പ്രവാചകൻ പറയുന്നത്. പഠിക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് വിജ്ഞാനം ലഭിക്കുകയുള്ളൂ. വഇന്നമൽ ഫിഖ്ഹ ബിത്തഫഖുഹ്, ഒരാൾക്ക് ദീനിൽ അവഗാഹം നേടാൻ സാധിക്കുക അവൻ അതിൽ അവഗാഹം നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോഴാണ്. അപ്പോൾ ഇൽമ് നമുക്ക് ലഭിക്കുക പഠിക്കുന്നതിലൂടെ മാത്രമാണ്. ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ പോയാലോ ക്ലാസ്സിൽ പങ്കെടുത്താലോ ഒന്നുമല്ല, മറിച്ച് പഠിക്കുക, അതിലുള്ള മാർഗങ്ങളാണിതെങ്കിലും. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് പഠനം നടക്കുന്നില്ലെങ്കിൽ ഇതൊന്നും ഇൽമിനുള്ള മാർഗങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കാണോ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചത് അവന് അല്ലാഹു ദീനിൽ പരിജ്ഞാനം നൽകുമെന്നാണ്. അപ്പോൾ ഇൽമുണ്ടാകാനുള്ള മാർഗം ആ ഇൽമിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെടുക അഥവാ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. കേവലം അവകാശവാദങ്ങൾ കൊണ്ടോ മറ്റുള്ള സംസാരങ്ങൾ കൊണ്ടോ ഒരിക്കലും നമുക്ക് ഇൽമ് ലഭിക്കുകയില്ല. ഇൽമ് പഠനം കൊണ്ടാണ് ലഭിക്കുക എന്ന് പറയുമ്പോൾ പഠനത്തിന് പല തട്ടുകളുണ്ട്, പല മർത്തബകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അവ്വലുൽ ഇൽമി അന്നിയ്യ, പഠനത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അത് നിയ്യത്താണ് അഥവാ സദുദ്ദേശം. അതാണ് ഇൽമിന്റെ ഒന്നാമത്തെ ഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് ശർഈയായ വിജ്ഞാനം എന്ന് പറയുന്നത്. കാരണം അത് ഇബാദത്താണ്. തലബുൽ ഇൽം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. നമസ്കാരം പോലെ നോമ്പ് പോലെ ഒരു ഇബാദത്താണ് മതപഠനം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവുമല്ലാതെ പഠനം കൊണ്ട് മറ്റൊന്നും ലക്ഷ്യമാക്കപ്പെടാൻ പാടുള്ളതല്ല. രണ്ടാമതായി അബ്ദുല്ലാഹി മുബാറക് പറയുന്നു, സുമ്മൽ ഇസ്തിമാ, നിയ്യത്ത് ശരിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് അൽ ഇസ്തിമാ, ശ്രദ്ധിച്ചു കേൾക്കണം. സദസ്സിൽ വന്നിരുന്നാൽ പോരാ, കോളേജിൽ ക്ലാസ്സിൽ ഉണ്ടായാൽ പോരാ, മറിച്ച് ഇസ്തിമാ, ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പറയുന്നത് ഇന്ന് ആളുകൾക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. പലരും പല ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നു, പല സദസ്സുകളിലും വന്നിരിക്കുന്നു, പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഉപകാരം അവർക്ക് വളരെ കുറഞ്ഞതേ ലഭിക്കുന്നുള്ളൂ. ആളുകൾക്ക് പലപ്പോഴും ഇഷ്ടം മനസ്സുകളെ ആനന്ദിപ്പിക്കുന്ന കഥകളും പാട്ടുകളുമുള്ള പ്രസംഗങ്ങളാണ്. വിജ്ഞാനങ്ങൾ പറയപ്പെടുന്ന സദസ്സുകൾ അത് ആളുകൾക്ക് ഭാരമായി തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല, പ്രവാചകരെ ഞാൻ നിനക്ക് തരുന്ന ഈ ശർഈയായ വിജ്ഞാനം എന്ന് പറയുന്നത് അത് സഖീലാണ്, അല്പം ഭാരമുള്ളതാണ്. അത് പഠിക്കണമെങ്കിൽ കുറച്ച് അധ്വാനം വേണ്ടി വരും. സഖീലായ ഇൽമ് ലഭിക്കണമെങ്കിൽ അല്പം ക്ഷമയും അല്പം അധ്വാനവും വേണ്ടി വരും. നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, അതാ ഹുസ്നുൽ ഇസ്തിമാ, അതാണ് ഒരു മദ്യവിദ്യാർത്ഥിയുടെ നിയ്യത്ത് കഴിഞ്ഞാൽ അവന് വേണ്ട രണ്ടാമത്തെ ഗുണം. പിന്നീട് വേണ്ടത് സുമ്മൽ ഫഹ്മു, കേട്ട കാര്യങ്ങൾ ഗ്രഹിക്കണം. സുമ്മൽ ഹിഫ്ളു, അത് മനഃപ്പാഠമാക്കണം. സുമ്മൽ അമലു, പിന്നെ അതുകൊണ്ട് പ്രവർത്തിക്കണം. സുമ്മൽ നശ്റു, പിന്നെ മറ്റുള്ളവർക്കിടയിൽ അത് പ്രചരിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ടതാണ്, ചുരുക്കി പറഞ്ഞു പോകുകയാണ്.
അതോടൊപ്പം തന്നെ പഠിക്കുക എന്നുള്ളത് അത് ഭൗതികമായ ഇൽമു ലഭിക്കാനുള്ള മാർഗമാണെങ്കിൽ അതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മതപരമായ നാഫിയായ ഇൽമു ലഭിക്കുകയുള്ളൂ. കാരണം ഇൽമെന്ന് പറഞ്ഞാൽ അത് ഹിബത്തുൻ റബ്ബാനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്, ഒരു വരദാനമാണ്. ഒരിക്കലും നമ്മൾ എത്ര ക്ലാസ്സുകൾ ഇരുന്നാലും എത്ര പുസ്തകങ്ങൾ വായിച്ചാലും എത്ര ശ്രദ്ധിച്ച് കേട്ടാലും അതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് സമ്മാനമെന്നോണം അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതാണ് ഇൽമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കണം, ഞാൻ കേൾക്കുന്ന ക്ലാസ്സുകളിലൂടെ, ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ എനിക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യത്തിൽ നിന്ന് മാത്രമേ സിയാദത്ത് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, അഥവാ വർധനവ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഫഖുൽ റബ്ബി സിദ്നി ഇൽമാ, പ്രവാചകരെ നീ പ്രാർത്ഥിക്കുക, താങ്കൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ. ഇൽമു വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ ഫള് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഠിക്കുകയും അതോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി ഒരാൾക്ക് മതപരമായ വിജ്ഞാനം നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു മതവിദ്യാർത്ഥി അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത്, മതവിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കലും വരരുത് കോളേജുകളിൽ പോയിരിക്കുന്ന ഒരു മതവിദ്യാർത്ഥി എന്ന് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നവൻ മാത്രമാണ് അതിൽ പെടുക എന്ന് വിചാരിക്കരുത്. മറിച്ച് ഒരു മുഅ്മിൻ അവൻ വിദ്യാർത്ഥിയാണ്, അവൻ അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടവനാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ആ ഒരു വിദ്യാർത്ഥി അവന്റെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് അത് അവനെ തടയും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇനി ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു പഠിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ എങ്ങനെ പഠിക്കണം? പഠനം എന്ന് പറയുന്നത് അഥവാ ത്വലബുൽ ഇൽം എന്ന് പറയുന്നത് സഹാബത്ത് മുതൽ ഇങ്ങോട്ട് തുടർന്നു വന്നിട്ടുള്ള ഈ ഉമ്മത്തിന്റെ എല്ലാ തലമുറകളിലും തുടർന്നു വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ അതിന് പുതിയ രീതികൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല, മറിച്ച് സഹാബത്തും താബിഈങ്ങളും തബുഉൽ അത്ബാഉകളും എങ്ങനെയാണോ പഠിച്ചത്, അവർക്കെങ്ങനെയാണോ അവർ മതപരമായ വിജ്ഞാനത്തെ അന്വേഷിച്ചു പോയത്, അത് തന്നെയാണ് മതവിജ്ഞാനം അന്വേഷിക്കാനുള്ള മാർഗം. ഒരിക്കലും ഇൽമെന്ന് പറയുന്നത്, നമുക്ക് പഠിക്കാനുള്ള ഇൽമെന്ന് പറയുന്നത് പുതിയതല്ല, മറിച്ച് മൗറൂസായ ഇൽമാണ്. അഥവാ അമ്പിയാക്കന്മാരിൽ നിന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഇൽമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് സഹാബത്ത് പഠിച്ചത്, അതാണ് താബിഈങ്ങൾ പഠിച്ചത്. നമുക്കൊരിക്കലും പുതിയതൊന്നും പഠിക്കാനില്ല. മൗറൂസായ ഇൽമായതുകൊണ്ട് തന്നെ, അനന്തരമായി ലഭിച്ച ഇൽമായതുകൊണ്ട് തന്നെ അതിന്റെ പഠന രീതിയും അനന്തരമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ ഇത്രയും കാലം ആ ഇൽമ പഠിക്കുന്ന ആ രീതി പുലർത്തിപ്പോന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത്. ഒന്നാമതായി പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടതാണ് തഖദീമുൽ അഹമ്മി ഫൽ അഹം. ഏറ്റവും പ്രധാനപ്പെട്ടതിനെ മുന്തിക്കണം, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെ മുന്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഒരു മുസ്ലിം അവന്റെ പഠനത്തിന്റെ പഠനത്തിൽ അവൻ മുന്തിക്കേണ്ടത് ഫർള് ഐനായിട്ടുള്ള കാര്യങ്ങളെയാണ്. അഥവാ വ്യക്തിപരമായ ഓരോരുത്തരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെയാണ് ആദ്യമായി പഠനത്തിനു വേണ്ടി അവൻ തെരഞ്ഞെടുക്കേണ്ടത്. ആദ്യം തന്നെ കിബാറുകളായ മസായിലുകൾ പഠിക്കുകയും എന്നിട്ട് 10-20 കൊല്ലം പഠിച്ചതിന് ശേഷവും നമസ്കാരത്തിന്റെ രൂപവും നമസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളും അതിന്റെ അർത്ഥവും സൂറത്തുൽ ഫാത്തിഹയും ഓതാൻ കഴിയാത്ത ആളാണെങ്കിൽ അവന്റെ പഠന രീതി ഒരിക്കലും ശരിയല്ല. മറിച്ച് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് സലഫു സ്വാലിഹികൾ അവർ പുലർത്തിപ്പോന്നിരുന്ന രീതി, അവർ ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ ഒരു മുസ്ലിമിന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവന് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ആ കാര്യങ്ങളായിരുന്നു അവർ ആദ്യം പഠിച്ചിരുന്നത്. നമ്മളോട് ചോദിച്ചു നോക്കാം, നമ്മൾ എത്രയോ കാലമായി
സംഘടനകൾ ഉണ്ടായിട്ടും ഇല്ലാതെയൊക്കെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു, ഒരുപാട് ദർസുകളിൽ പങ്കെടുക്കുന്നു. നമുക്കറിയുമോ നമ്മുടെ നമസ്കാരത്തിന്റെ രൂപം? ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥം നമുക്കറിയുമോ? അതുപോലെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നു. എന്താണ് അവിടെ സമയ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമുക്കറിയുമോ? അല്ലെങ്കിൽ വജ്ജഹ്തു വജ്ഹിയ എന്ന് നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് നമുക്കറിയുമോ? അതുപോലെ അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട അദ്കാറുകൾ, അത് നമുക്കറിയുമോ? അത് പഠിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. മറിച്ച് പഠനത്തിൽ നമ്മൾ മുന്തിക്കേണ്ടത് നമ്മുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, നിർബന്ധമായി നമ്മൾ ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായി വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പഠനത്തിന് മുന്തിക്കേണ്ടത്. അത് എവിടെ നിന്നാണോ പഠിക്കാൻ പറ്റുക അവിടെ പോയി അന്വേഷിച്ചു പഠിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ നിർബന്ധ ബാധ്യതയാണ്. കാരണം നിർബന്ധമായ ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ ആർക്കും ഇളവില്ല. എല്ലാ മുസ്ലിമിനും പ്രായപൂർത്തിയായ ഇബാദത്തുകൾ അഥവാ ഇബാദത്തുകൾ നിർബന്ധമാക്കപ്പെടുന്ന പ്രായമെത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നിർബന്ധമാണ് അതെങ്ങനെ ചെയ്യണം എന്ന് പഠിക്കൽ. സക്കാത്ത് നിർബന്ധമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എങ്ങനെയാണ് സക്കാത്ത് നിർവഹിക്കേണ്ടത്, അതിന്റെ നിസാബത്തെയാണ്, അതുമായി ബന്ധപ്പെട്ട മസായിലുകൾ എന്താണെന്ന് പഠിക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. അതുപോലെ ഹജ്ജ് നിർബന്ധമായ ഒരാളുടെ ബാധ്യതയാണ് ഹജ്ജിന്റെ മസായിലുകൾ പഠിക്കൽ, അതിനു മുമ്പ് വരെ അവന് നിർബന്ധമായിട്ടില്ലെങ്കിലും. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ റബ്ബിനുള്ള വളീഫത്തുൽ ഇബാദ അഥവാ ഇബാദത്ത് നിലനിർത്താൻ നമുക്ക് ആവശ്യമായ ഇൽമ് കരസ്ഥമാക്കൽ ഓരോ മുഅ്മിനിന്റെയും മേൽ വ്യക്തി ബാധ്യതയാണ്. അതിനെ ആയിരിക്കണം അവൻ പഠനത്തിൽ മുന്തിക്കേണ്ടത്. അതുപോലെ റബ്ബ് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാൻ, നിർബന്ധമായി വിരോധിച്ചിട്ടുള്ള ഹറാമുകൾ ഒഴിവാക്കാൻ അതിനെന്തെല്ലാം ചെയ്യണമോ അതെല്ലാം അവൻ അറിഞ്ഞിരിക്കണം. കച്ചവടത്തിന് ഇറങ്ങുമ്പോ കച്ചവടവുമായി ബന്ധപ്പെട്ട വിലക്കുകൾ ഒരു കച്ചവടക്കാരൻ അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ അവൻ വീഴ്ച വരുത്തിയാൽ അവൻ കുറ്റക്കാരനാകും. അതാണ് ഒന്നാമത്തെ കാര്യം. ആദ്യമായി പഠിക്കേണ്ടത് ആദ്യമായി പഠിക്കണം, അതിനുശേഷം പഠിക്കേണ്ടതിന് ശേഷം പഠിക്കണം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കണം ഒരു മുഅ്മിൻ അവന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പഠനത്തെക്കാൾ നമുക്ക് ആവശ്യമുള്ളത് അദബാണ്. അദബ് അത് ഇന്ന് ഒരു വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആളുകൾക്ക് അദബ്, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അവർക്ക് ഇൽമിനോടും അതുപോലെ ദീനിനോടുമുള്ള അദബ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ വലുതാണ്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടിന്റെ ചുറ്റുപാട് അതിനൊരു കാരണമാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി അവർ ഇടപഴകുന്ന മറ്റു കുട്ടികൾ അതിനൊരു കാരണമാണ്. നമ്മുടെ അയൽവാസികൾ അതിന് ചിലപ്പോൾ കാരണമാകാം. കാരണങ്ങൾ പലതാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഒളിഞ്ഞോടാൻ പറ്റുകയില്ല. മറിച്ച് ശർഈയായ അദബുകൾ പഠിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമാണ്. ഇൽമിന് മുമ്പ് അദബ് പഠിച്ചിരിക്കണം. അദബുള്ള ഒരാൾ അവനാണ് ഇൽമു കൊണ്ട് പ്രയോജനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അദബില്ലാത്തവന്റെ ഇൽമ് അവന് ആ ഇൽമ ഇബാദത്താകുന്നതിനു പകരം അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തുന്ന തിന്മയായി മാറാൻ സാധ്യതയുണ്ട്. അദബില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൽമ് ഇബാദത്താകുന്നതിനു പകരം അത് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷക്കും കോപത്തിനും കാരണമാകുന്ന കാര്യമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദബ് നമ്മൾ പഠിക്കണം. സലഫുകൾ അങ്ങനെ ആയിരുന്നു. അവർ ആദ്യം അദബ് പഠിച്ചതിന് ശേഷമായിരുന്നു ഇൽമു പഠിക്കാൻ വേണ്ടി പോയിരുന്നത്. അതുകൊണ്ട് അദബ് അത് വലിയ വിശാലമായി പറയേണ്ട, വിസ്തരിച്ചു പറയേണ്ട ഒരു സംഗതിയാണ് ആദാബു ശർഈയ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന ഒന്ന് രണ്ട് അദബുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് മതവിദ്യാർത്ഥി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മുസ്ലിമും അവന്റെ ഖദർ മനസ്സിലാക്കണം. ഓരോരുത്തരും അവൻ ആരാണ്, അവൻ എവിടെയാണ് എത്തിയിട്ടുള്ളത്, അവന്റെ സ്ഥാനം എന്താണ് ദീനിൽ, ശർഈ വിജ്ഞാനത്തിൽ അവന്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നിർബന്ധമാണ്.
കാരണം ഓരോരുത്തരും ഇടപെടാൻ പറ്റുന്ന മേഖല, ഇടപെടാൻ പാടില്ലാത്ത മേഖല, അത് ശറഇന് അതിൻ്റെതായ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ആമ്മി, ഒരു സാധാരണക്കാരൻ, അതുപോലെ പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി, അവൻ സാധാരണക്കാരന്റെ വിധിയിലാണ് പണ്ഡിതന്മാർ അവനെ പെടുത്തിയിട്ടുള്ളത്. പഠനത്തിന്റെ തുടക്കത്തിലുള്ള വിദ്യാർത്ഥി, അതുപോലെ സാധാരണക്കാരൻ, പഠിച്ചു കുറച്ചങ്ങോട്ടെത്തിയ ത്വാലിബ്, അതുപോലെ മുതിർന്ന പണ്ഡിതന്മാർ. ഇങ്ങനെ മൂന്നായി പണ്ഡിതന്മാർ ആളുകളെ വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണക്കാരൻ അവന്റെ വിധിയിലാണ് പഠനത്തിന്റെ തുടക്കത്തിലുള്ള വിദ്യാർത്ഥി, അതുപോലെ പഠിച്ചങ്ങോട്ടെത്തിയ ത്വാലിബ്, മൂന്നാമതായി മുതിർന്ന പണ്ഡിതന്മാർ. ഈ ഓരോരുത്തർക്കും ഉള്ള മേഖലകളുണ്ട്. ആ മേഖലയിൽ അവൻ ഒതുങ്ങി നിൽക്കണം. ഒരിക്കലും അതിന്റെ അതിരുകൾ ലംഘിക്കപ്പെട്ടുകൂടാ. അതൊരിക്കലും ശർഈയായി ജായിസായ കാര്യമല്ല. ഒരു ആമ്മിയായ മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരിക്കലും ഒരു ത്വാലിബ് ഇടപെടേണ്ട മേഖലയിൽ ഇടപെടാൻ പാടില്ല. ശർഈയായി ജായിസായ കാര്യമല്ല. അതുപോലെ ഒരു ത്വാലിബായ വിദ്യാർത്ഥിയായ, അഥവാ പഠിച്ചു കുറച്ചങ്ങോട്ടെത്തിയ വിദ്യാർത്ഥി, അവനൊരിക്കലും മുതിർന്ന പണ്ഡിതന്മാർ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല. പണ്ഡിതന്മാർ പറയാറുണ്ട്, റഹിമല്ലാഹു ഇംറഅൻ അറഫ ഹദ്ദഹു വവഖഫ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മേൽ റഹ്മത്ത് ചൊരിയട്ടെ. എന്താണ് അവന്റെ പ്രത്യേകത? അവന്റെ ഖദർ മനസ്സിലാക്കി, അവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും അവന്റെ പരിധിയിൽ നിലകൊള്ളുകയും ചെയ്തു. പരിധി ലംഘിച്ചില്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്, എനിക്ക് ഇടപെടൽ ജായിസായ വിഷയങ്ങളുണ്ട്, ജായിസ് അല്ലാത്ത വിഷയങ്ങളുണ്ട്. ഞാനൊരു കേവലം ഒരു ത്വാലിബ് മാത്രമാണ്. എനിക്ക് ഇടപെടാൻ പാടുള്ള വിഷയമുണ്ട്, പാടില്ലാത്ത വിഷയമുണ്ട്. ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന കിബാറുകളായ മസായിലുകൾ മുതിർന്ന പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ സാധാരണക്കാരും അതുപോലെ ചെറിയ വിദ്യാർത്ഥികളും ഇടപെട്ടതിന്റെ ദുരന്തം നമ്മുടെ നാട്ടിൽ കയ്യും കണക്കുമില്ലാതെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സലഫി സുഹൃത്തുക്കളെ പഠിപ്പിക്കേണ്ട അടിസ്ഥാന തർബീയത്ത്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അടിസ്ഥാന തർബീയത്ത്, വാട്സപ്പ് ഫ്രീ ആണെന്ന് വിചാരിച്ച്, നെറ്റ് ഫ്രീ ആണെന്ന് വിചാരിച്ച് എല്ലാവർക്കും തോന്നിയത് ദീനിന്റെ പേരിൽ സംസാരിക്കുക എന്നുള്ള സംസ്കാരം നമ്മളാണ് ഫസ്റ്റ് ഒഴിവാക്കേണ്ടത്. നമ്മളതിനൊരിക്കൽ നേതൃത്വം വഹിക്കാൻ പാടില്ല. സലഫികളാണെന്ന് പറയുന്ന ആളുകൾ ദീനിന്റെ പേരിൽ ഒരിക്കലും അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല. തുല്ലാബുകൾ അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മുതിർന്ന ആളുകൾ സംസാരിക്കേണ്ട, കിബാറുകളായ ഉലമാക്കൾ സംസാരിക്കേണ്ട വിഷയത്തിൽ, ഉമ്മത്തിനെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങളിൽ അവർ സംസാരിക്കാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട അദബാണ്. ഓരോരുത്തരും അവന്റെ പരിധിയും പരിമിതിയും മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞതുപോലെ സ്റ്റേജിൽ കയറിയവനെല്ലാം ഫത്വ കൊടുക്കുന്ന കാലമാണ്. എല്ലാവരും ഉമ്മത്തിനെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നത് അറബി വായിക്കാൻ അറിയാത്ത ആളുകളാണ്. നോക്കൂ നിങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും ആരെയും വിമർശിക്കാനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമ്മൾ ഓരോരുത്തരും ആത്മവിമർശനം നടത്തേണ്ട കാര്യമാണത്. ഞാൻ സംസാരിക്കുന്ന വിഷയം ഞാൻ അർഹനായ വിഷയമാണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. ലക്ഷ്യം നന്നായതുകൊണ്ട് മാത്രം ശറഇൽ ഒരു കാര്യം ജായിസാകുകയില്ല, മറിച്ച് മാർഗം കൂടി ശരിയാകണം. ഓരോരുത്തരും ഞാൻ ദഅവത്താണ്, ഞാൻ അംറു ബിൽ മഅറൂഫാണ് എന്ന് പറഞ്ഞിട്ട് ഇടപെടാൻ പറ്റാത്ത മേഖലയിൽ ഇടപെടുക എന്നുള്ളത് ശരീഅത്ത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒന്നാമത്തെ കാര്യം ഇതാണ്. അഥവാ ഓരോരുത്തരും അവനവന്റെ പരിധിയും അവന്റെ പരിമിതികളും മനസ്സിലാക്കണം. രണ്ടാമത്തത് വിനയമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് സിമത്തുൻ നജാഹ്, വിനയമാണ് ഒരാളുടെ വിജയത്തിന്റെ മുഖമുദ്ര. സിമത്തുൻ നജാഹ്, വിനയമില്ലാത്തവന് ഒരു മേഖലയിലും ഉന്നതിയിലെത്തിപ്പെടാൻ സാധിക്കുകയില്ല, പ്രത്യേകിച്ച് ഇൽമിന്റെ വിഷയത്തിൽ. സലഫുകൾ പറഞ്ഞു, മൻ തകബ്ബറ ബിഇൽമിഹി വതറഫഅ വലഹുല്ലാഹ്, ആരെങ്കിലും ഇൽമു കൊണ്ട് ഗർവ് നടിച്ചാൽ, പൊങ്ങച്ചം കാണിച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളയും. വമൻ തവാളഅ ബിഇൽമിഹി റഫഅഹുല്ലാഹ്, എന്നാൽ തന്റെ ഇൽമു കൊണ്ട് തവാളു കാണിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവനെ ഉയർത്തുമെന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും പഠിക്കുമ്പോൾ തന്നെ മുഖം കറുപ്പിച്ച് മറ്റുള്ളവർക്കൊന്നും ഇൽമില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. മതവിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ തുടക്കത്തിൽ അവർ പേടിക്കേണ്ട ഒരു രോഗമാണത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ ഇൽമു സലാസത്തു അശ്ബാർ. ഇബ്നു ജമാഅയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരിൽ നിന്ന് ഈ വാചകം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഇൽമു സലാസത്തു അശ്ബാർ. ഇൽമിന് 3 ശിബറുകളുണ്ട്. ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാൻ ആ പദത്തിന്റെ അർത്ഥം പറയാതെ മറ്റൊരു അർത്ഥം ഞാൻ പറയാണ്. ഇൽമിന് 3 സ്റ്റേഷനുകളുണ്ട്. ആദ്യത്തെ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ മൻ ദഖല ഫി ശിബ്രിൽ അവ്വലി, ആദ്യത്തെ ശിബ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി എന്ത് ചെയ്യും? തകബ്ബറ, അവൻ കുറച്ച് ഗർവുള്ളവനായിരിക്കും. പഠനത്തിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ കുറച്ച് ഗർവുണ്ടാവും. വമൻ ദഖല ഫി ശിബ്രി സാനി തവാള, പഠിച്ചങ്ങോട്ടെത്തി രണ്ടാമത്തെ സ്റ്റേഷനിലെത്തിയാൽ അവന് മനസ്സിലാകും കുറെയൊക്കെ ഇൽമെന്ന് പറഞ്ഞാൽ ആദ്യം വിചാരിച്ച പോലെയല്ല, കുറച്ചും കൂടി വിശാലമാണ്. അപ്പോൾ അവനൊന്ന് വിനയാനിതനാകും. മൂന്നാമത്തെ ശിബ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, മൂന്നാമത്തെ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യഅലമു അന്നഹു ലാ യഅലമു ശൈഅ, അവന് മനസ്സിലാകും എനിക്കൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? ആ ഒന്നും അറിയില്ല എന്നറിയുന്ന ദറജയിലെത്തിയവരാണ് ഉമ്മത്തിലെ കിബാറുകളായ പണ്ഡിതന്മാർ. അവരെയാണ് നമ്മൾ മുതിർന്ന മസായിലുകൾ അവലംബിക്കേണ്ടതും അവരെയാണ് നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടതും. അതിനു മുമ്പേ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഈ രോഗത്തെക്കുറിച്ച് താക്കീത് നൽകുന്നതിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇതിനനുസരിച്ച് ക്രമീകരിക്കാൻ ഒരു വിദ്യാർത്ഥിയെ അത് സഹായിക്കും. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ഒരു വിദ്യാർത്ഥി അവൻ പഠിക്കേണ്ടത് ഒരിക്കലും പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ത്വലബുൽ ഇൽം എന്ന് പറഞ്ഞാൽ അതിന്റെ രീതി മൗറൂസാണ്, ഒരിക്കലും മുസ്തഅനഫല്ല, അഥവാ പുതിയതായിട്ടുണ്ടായ ഒരു രീതിയല്ല, മറിച്ച് സലഫുകൾ പിന്തുടർന്നു പോന്നിട്ടുള്ള ഒരു രീതിയാണ് മതപഠനത്തിൽ നമുക്ക് അവലംബിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ രീതി ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ടതില്ല. സലഫുകൾ എങ്ങനെയാണോ പഠിച്ചത് അങ്ങനെ പഠിച്ചാൽ മതി. എങ്ങനെയായിരുന്നു അവർ പഠിച്ചിരുന്നത്? സലഫുകൾ പഠിച്ചത്, അവർ ഇൽമ് പഠിച്ചിരുന്നത് മിന സുദൂരി ഇല സുദൂർ, അഥവാ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി, അഥവാ വായയിൽ നിന്ന് ഹൃദയത്തിലേക്ക്, പണ്ഡിതനിൽ നിന്ന് കേട്ടുപഠിക്കുന്ന രീതിയായിരുന്നു സലഫുകൾക്കുണ്ടായിരുന്നത്. പുസ്തകത്തെ മാത്രം അവലംബിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനവർ പറയാറുണ്ടായിരുന്നത് തസഫുഹു അൽ മശിയഖ എന്നാണ്, അഥവാ പുസ്തക ഷെയ്ഖ്, അതോ അങ്ങനെ പുസ്തകത്തിൽ വായിച്ചുകൊണ്ട് ഷെയ്ഖായ ആൾ എന്നായിരുന്നു സലഫുകൾ അവരെ പരിചയപ്പെടുത്താറുണ്ടായിരുന്നത്. അവരടുക്കൽ നിങ്ങൾ പഠിക്കാൻ പോകാൻ പാടില്ല, അവരടുത്ത് നിങ്ങൾ ഇൽമ് തേടി പോകാൻ പാടില്ല എന്ന് സലഫുകൾ താക്കീത് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ഡിതന്മാർ അവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ, പുസ്തകം അവലംബിക്കപ്പെടേണ്ട പഠനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അതൊരിക്കലും അവഗണിക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് പഠനത്തിന്റെ തുടക്കം, പഠനത്തിന്റെ അടിസ്ഥാന രീതി എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാരുടെ സദസ്സിൽ പോയിരുന്ന് കേട്ടു പഠിക്കലാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. പുസ്തകത്തിലൂടെ വായിച്ചു പഠിച്ച് ശൈഖായാൽ അവനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഫഖതഉഹു അക്സറു മിൻ സവാബിഹി, അവന്റെ തെറ്റായിരിക്കും ശരിനേക്കാൾ കൂടുതൽ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാണണം. അതുപോലെ ഒരിക്കലും ധൃതി പാടില്ല, എല്ലാ കാര്യത്തിനും സാവകാശം വേണം, ഇസ്തിഅജാൽ കാണിക്കാൻ പാടില്ല. മഹാനായ ഇബ്നു ശിഹാബ് അസ്-സുഹരി അദ്ദേഹം പറഞ്ഞു, മൻ റാമൽ ഇൽമ ജുംല ദഹബ അൻഹു ജുംല. ഞാനിപ്പോ മദ്രസത്തുൽ ശബാബ് അൽ കിബാറിന് 2 മാസമായി പോലെടുത്തിട്ട് ഇപ്പോഴും എന്തോ ആയിട്ടില്ല എന്ന് പറയരുത്. അല്ലെങ്കിൽ കോളേജിൽ ഞാൻ 3 കൊല്ലമായി പഠിക്കലെടുത്തിട്ട് ഇപ്പോഴും പണ്ഡിതനായില്ലല്ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള ഇൽമിനെ കുറിച്ചിട്ട് അവന്റെ തസവൂർ, അവന്റെ കാഴ്ചപ്പാട് ശരിയല്ല എന്നുള്ളതിൽ നിന്നുള്ള സംസാരമാണത്. ഒരിക്കലും കുറച്ച് കാലങ്ങൾ കൊണ്ട്, കുറച്ച് വർഷങ്ങൾ കൊണ്ട് ലഭിക്കുന്നതല്ല വിജ്ഞാനമെന്ന് പറഞ്ഞാൽ. വിജ്ഞാനമെന്ന് പറഞ്ഞാൽ കുറെ ദിവസങ്ങൾ എടുത്ത് ലഭിക്കേണ്ടതാണ്. മൻ റാമൽ ഇൽമ ജുംല ദഹബ അൻഹു ജുംല. ഇൽമു ഒറ്റയടിക്ക് കിട്ടണമെന്നൊരാൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവനൊന്നും ഇൽമിൽ നിന്ന് ലഭിക്കുകയില്ല. ഫഇന്നമാ യുത്ലബുൽ ഇൽമു അലാ മർരിൽ അയ്യാമി വൽ ലയാലി, മറിച്ച് ഇൽമു പഠിക്കേണ്ടത് ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് എന്ന് ഇബ്നു ശിഹാബ് അസ്-സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്. അതുപോലെ അവസാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥി ഒരിക്കലും അവൻ ലഈഫുൽ ഹിമ്മ,
താല്പര്യം കുറഞ്ഞവനാകാൻ പാടില്ല, ചെറിയ ലക്ഷ്യങ്ങൾ ഉള്ളവനാകാൻ പാടില്ല. മറിച്ച് അവൻ വലിയ ഉന്നതമായ ലക്ഷ്യങ്ങളെ സ്വപ്നം കാണുന്നവനും അതിനുവേണ്ടി അധ്വാനിക്കുന്നവനുമാകണം. പക്ഷേ അവന്റെ ഉദ്ദേശം ആഖിറമായിരിക്കണം. വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കുമ്പോഴും അതിന്റെ പിന്നിൽ അവൻ അതിനെ പ്രേരിപ്പിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലവും അള്ളാഹുവിന്റെ പൊരുത്തവുമായിരിക്കണം. കാരണം ഇൽമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഫള് മനസ്സിലാക്കി, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, നമ്മുടെ ദീനിൽ അതിനുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കി. ദീനിന്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇൽമാണെന്ന് നമ്മൾ അറിഞ്ഞു. ആ ഇൽമ് ദുനിയാവിലെയും ആഖിറത്തിലെയും സആദത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് അവന്റെ അഖീദയും അമലുമാണെങ്കിൽ ആ അഖീദയെയും അമലിനെയും ശരിയാക്കുന്നത് ഇൽമാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ള ഇൽമ്, ഇത്രയും പ്രാധാന്യമുണ്ട് ഇൽമിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൽ ചെറിയ ലക്ഷ്യങ്ങളുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ലാ തഖ്നഅ ബിദ്ദൂൻ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. നീ മിനിമം കൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും മിനിമം ഇൽമ് അതുകൊണ്ട് നീ തൃപ്തിപ്പെടാൻ പാടില്ല. മറിച്ച് വലിയ ലക്ഷ്യം നീ ഉദ്ദേശിച്ചാൽ മാത്രമേ നിനക്ക് ഇൽമിൽ നിന്ന് ഒരു നല്ല ഓഹരി ലഭിക്കുകയുള്ളൂ. അൽ ഇൽമു ബഖീൽ ഇൻ അഅതൈതക കുല്ലക യുഅതീക ബഅലഹു. ഇൽമെന്ന് പറഞ്ഞാൽ പിശുക്കനാണ്. നീ നിന്നെ മുഴുവനായിട്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിനക്ക് കുറച്ച് അത് തരുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് നന്നായി വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ ഇൽമിൽ നിന്ന് അതിന്റെ ചെറിയൊരു ഓഹരി ലഭിക്കുകയുള്ളൂ. നമുക്ക് ലഭിച്ച ഇൽമെന്ന് പറഞ്ഞാൽ ഇന്നമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, കുറച്ച് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ കുറച്ച് ഇൽമിൽ നിന്ന് നമുക്കൊരു ഓഹരി ലഭിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ പരിശ്രമവും വലിയ ലക്ഷ്യങ്ങളും നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് വലിയതായി തോന്നുകയില്ല. എപ്പോഴാണ് ചെറിയ കാര്യങ്ങൾ വലുതായി തോന്നുക? ലക്ഷ്യം ചെറുതാകുമ്പോഴാണ്. ചെറിയ ലക്ഷ്യങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതായി തോന്നും. എന്നാൽ വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് പർവ്വതം പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെറുതായി അനുഭവപ്പെടും. അപ്പൊ കാര്യങ്ങൾ അത് പ്രയാസമാണ്, അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ഇഫ്ലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം ചെറുതായത് കൊണ്ടാണ്. ഒരിക്കലും കഴിവ് കുറവുകൊണ്ടല്ല. കഴിവ് എത്ര ഉള്ള ആളാണെങ്കിലും അവൻ ലക്ഷ്യം അവന്റെ ചെറുതാണോ അവൻ ഒരിക്കലും ഒരു കാര്യവും പഠിക്കാൻ പറ്റുകയില്ല. ശർഈയായ കാര്യത്തിലാണെങ്കിലും ദുനിയവിയായ കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളായി തീരുക. നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഈ ശർഈയായ ഇൽമ എത്തിച്ചു തന്നതിന്റെ പേരിൽ അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. കിലോമീറ്ററുകളോളം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത 5000-ഓളം കിലോമീറ്ററുകൾ വരെ നടന്ന് സഞ്ചരിച്ച മുൻഗാമികളെ കുറിച്ച് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അതിന്റെ പേരിൽ കാലുപൊട്ടിയ, അതിന്റെ പേരിൽ മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പേരിൽ മരണപ്പെട്ടതാണ് യാത്രക്കിടയിൽ മരണപ്പെട്ടു പോയ സലഫുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവർക്കെല്ലാം ലഭിച്ച ഇൽമിന്റെ ഒരു ഓഹരിയാണ് നമുക്കും ലഭിക്കണമെങ്കിൽ നമ്മൾ നന്നായി അധ്വാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഇന്ന് ആളുകൾ പറയും ഇന്ന് ഇൽമ് എന്ന് പറഞ്ഞ എളുപ്പമാണ്, നെറ്റ് മുന്നിലുണ്ട്, അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ മുന്നിലുണ്ട്, പക്ഷെ ആർക്കും ഇൽമില്ല. ഒരുപാട് കിതാബുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഇൽമു നെറ്റിൽ എന്ത് നോക്കിയാൽ നെറ്റിൽ കിട്ടും. പക്ഷെ ദീനിയായ മസാലകളെ കുറിച്ചിട്ട് ഇതൊക്കെ ഉള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ശരിയായ തൃപ്തികരമായ ഉത്തരം പറയാൻ കഴിയുന്ന തുല്ലാബുകൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തുല്ലാബുകൾ കുറയാന്ന് പറഞ്ഞാൽ ഇൽമു കുറയാണെന്നാണ് അതിന്റെ അർത്ഥം. ഇൽമു കുറഞ്ഞ നാട്ടിൽ അവിടെ ബർക്കത്ത് കുറവായിരിക്കും, ഇൽമു കൂടിയ നാട്ടിൽ അവിടെ ബർക്കത്ത് കൂടുതലായിരിക്കും. ആ നാട്ടിന്റെ എല്ലാ മേഖലയിലും അത് സ്വാധീനിക്കും എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇൽമിനെ ഒന്നല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആളാകുക, പഠിപ്പിക്കുന്ന ആളാകുക, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ആളാകുക, അല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്നവനാകുക, ഇൽമിന് വേണ്ടി മറ്റുള്ള സഹായങ്ങൾ ചെയ്യുന്ന ആളാകുക. നിർബന്ധമായി പഠിക്കേണ്ട കാര്യത്തിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കാനും ആ പഠിച്ച ദീനിനെ അമലാക്കാനും അത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശറഅ അനുശാസിക്കുന്ന രൂപത്തിൽ താല്പര്യപ്പെടുന്ന രൂപത്തിൽ
രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.